മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചിലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. മെയ് 4 വോട്ടെണ്ണലിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതോടെ മുന്നണികൾക്കിടയിലും ചർച്ചകൾ സജീവമാണ്. കേരളത്തിന്റെ ഭരണസാരഥ്യം ആര് വഹിക്കുമെന്ന് തീരുമാനിക്കുന്ന വോട്ടെണ്ണലിന് മുന്നോടിയായി പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിന് ശേഷം പ്രമുഖ ദേശീയ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ട സർവേ ഫലങ്ങൾ സമ്മിശ്ര സൂചനകളാണ് നൽകുന്നത്. ആക്സിസ് മൈ ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം UDF 78 മുതൽ 84 സീറ്റുകൾ വരെ നേടി ഭരണത്തിലേക്ക് തിരിച്ചുവരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഭരണ തുടർച്ച പ്രവചിക്കുന്ന മാതൃഭൂമി സി വോട്ടർ സർവേ പ്രകാരം LDF 72 മുതൽ 78 സീറ്റുകൾ വരെ നേടി അധികാരം നിലനിർത്തുമെന്നാണ് സൂചിപ്പിക്കുന്നത്. NDA ആകട്ടെ 2 മുതൽ 4 സീറ്റുകൾ വരെ നേടി സാന്നിധ്യം അറിയിക്കുമെന്നും സർവേകൾ വിലയിരുത്തുന്നു. ചേലക്കര മണ്ഡലത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പോരാട്ടമേറെ വാശിയേറിയതാണെന്ന് വ്യക്തമാകുന്നു. മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി യുവാർ പ്രദീപിന് നേരിയ മുൻതൂക്കം ലഭിക്കാമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് C4 സർവേ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന് വലിയ തോതിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. NDA സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ പിടിക്കുന്ന വോട്ടുകൾ മണ്ഡലത്തിലെ അന്തിമ വിജയത്തെ സ്വാധീനിച്ചേക്കാം. പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം നിഷ്പക്ഷ വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ചേലക്കരയിലെ വിധി. മെയ് 4 രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതോടെ ചിത്രത്തിന് വ്യക്തത ലഭിക്കും. ന്യൂസ് ഡെസ്ക് CCV.